ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിലും റെയർ എർത്ത്സ് കോറിഡോറിനെ പറ്റി പറയുന്നുണ്ട്. ഒരു സദേൺ എക്കണോമിക് കോറിഡോർ എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റിൽ പറയുന്നതെങ്കിൽ കഴിഞ്ഞ ധനമന്ത്രിയുടെ ബഡ്ജറ്റിൽ അതിനെ ഒരു റെയർ എർത്ത്സ് കോറിഡോർ എന്ന് പറഞ്ഞു. റെയർ എർത്ത്സ് കോറിഡോർ പൊതുമേഖലയിലായിരിക്കണം എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചപ്പോൾ ഇവിടെ സ്വകാര്യ നിക്ഷേപമാകാം എന്നുള്ള നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഒരു സർക്കാർ വരുമ്പോൾ അവർക്ക് അവരുടേതായ നിലപാടെടുക്കാം. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ സമൂഹം വിലയിരുത്തട്ടെ. അതിൽ കോൺഗ്രസിനകത്തും പ്രതിപക്ഷമൊക്കെ അതിലൊരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഒരു ബഡ്ജറ്റ് കൊണ്ട് മുന്നോട്ട് പോകുമോ പിറകോട്ട് പോകുമോ എന്നൊക്കെ പറയാൻ പ്രയാസമാണ്. കാരണം കേരള മോഡൽ എന്ന് നമ്മൾ പറയുന്നത് തന്നെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് 1975 നടത്തിയ ഒരു പഠനത്തിൽ നിന്നുമാണ് പറയുന്നത്. പക്ഷേ ആ പഠനത്തിൽ കേരള മോഡൽ എന്ന വാക്ക് ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യത്തെപ്പറ്റി കേരളത്തിൻ്റെ ഒരു യുണീക്നെസ്സിനെ പറ്റി നടത്തിയ ഒരു പഠനമാണ്. ഇത് പിന്നീട് പറഞ്ഞ് കേരള മോഡലായി. അമർത്യ സെൻ ഉൾപ്പെടെയുള്ളവർ പഠിച്ച ഒരു മോഡലാണ്. പക്ഷേ ഈ മോഡലിൻ്റെ സസ്റ്റൈനബിലിറ്റി അഥവാ സ്ഥായിയായ നിലനിൽപ്പിനെ പറ്റി കെ ജോർജ് ഉൾപ്പെടെയുള്ളവർ ധാരാളം സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫിസ്ക്കൽ ലിമിറ്റ്സ് ടു ദ കേരള മോഡൽ. കേരളത്തിൻ്റെ പൊതുധനകാര്യം ഇതിനൊരു അതിർവരമ്പായി ലിമിറ്റായി ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം. ആ പ്രശ്നം കഴിഞ്ഞ 10 വർഷം നേരിട്ടതുപോലെ തന്നെ അടുത്ത 5 വർഷങ്ങളിൽ ഇദ്ദേഹം വരാൻ പോകുന്ന സർക്കാർ നേരിടുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിനൊരു കാരണം കേരളത്തിൻ്റെ തനതു നികുതി വരുമാനം വേണ്ട രീതിയിൽ വളരാത്തതും ചെലവുകൾ വേണ്ട രീതിയിൽ കുറയ്ക്കാൻ പറ്റാത്തതിനും ഘടനാപരമായ കാരണങ്ങളുണ്ടെന്നാണ്. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് സംസാരിക്കാം. ഘടനാപരമായ കാരണങ്ങളുണ്ട്. ഇതൊരു സർക്കാരിൻ്റെ മാത്രം കുറ്റമോ മേന്മയോ അല്ല. പൊതുവായി ഈ ബഡ്ജറ്റിനെ പരിശോധിച്ചാൽ ബഡ്ജറ്റിൽ ഫിസ്ക്കൽ മാർക്ക്മാൻഷിപ്പ് അഥവാ നമ്മുടെ ഒരു പ്രഡിക്ഷൻ്റെ ആക്യുറസി, നമ്മൾ നടത്തുന്ന ഇത്ര റവന്യൂ നമുക്ക് ലഭിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു കൃത്യത അത് കുറേ നാളായി കേരളത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് ഇദ്ദേഹത്തിന് മാത്രം നഷ്ടപ്പെട്ടതല്ല. പക്ഷേ ഇത് ധവളപത്രം എന്ന് പറയുന്നത് ശരിയല്ല, ഫിസ്ക്കൽ സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ 10 വർഷമായി റവന്യൂ എസ്റ്റിമേറ്റുകൾ റവന്യൂ ആയി വരുന്നില്ല എന്നും എസ്റ്റിമേറ്റുകൾ നമുക്ക് പിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുമുള്ളൊരു വിമർശനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ബഡ്ജറ്റ് നോക്കുമ്പോൾ തനത് നികുതി വരുമാനമായി 99,902 കോടി രൂപയാണ്. KN ബാലഗോപാൽ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ 94,000 ഒരു 5,000 കോടി കൂടുതലാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 2025-26 പുതുക്കിയ എസ്റ്റിമേറ്റുകളെക്കാൾ 18% മുകളിൽ. ഇത് യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു കണക്കാണോ എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ അതാരെയും കുറ്റം പറഞ്ഞതല്ല. കാരണം എന്തെന്ന് വെച്ചാൽ 23-24 നിന്നും 24-25 കടന്നപ്പോൾ 2 യഥാർത്ഥ AG ഓഡിറ്റ് ചെയ്ത കണക്കുകൾ ലഭ്യമാണ്. അത് നമ്മൾ നോക്കുമ്പോൾ 4%, 5%. ഇന്ന് പേജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിലും ഈ GSTയുടെ വരുമാന വളർച്ച 2024 5.76%. ഇങ്ങനെ സിംഗിൾ ഡിജിറ്റ് 10% താഴെ 5-6% വളർച്ചയിൽ നിൽക്കുന്ന തനത് നികുതി വരുമാനം എങ്ങനെ 15% മുൻ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്തു, എങ്ങനെ 18% ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാര്യക്ഷമമായ നികുതി പിരിവ് കൊണ്ട് ഇത്ര പെട്ടെന്ന് സാധിക്കും എന്ന് എനിക്ക് പഴയ നികുതി പിരിവ് ഉദ്യോഗസ്ഥന നിലയിൽ വിശ്വാസം വരുന്നില്ല. കാരണം നികുതി എഫിഷ്യൻസിക്ക്, പിരിവിൻ്റെ ടാക്സ് കളക്ഷൻ എഫിഷ്യൻസിക്ക് ചില പരിമിതികളുണ്ട്. ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ചില വിദഗ്ധരുമൊക്കെ ഇത് അഴിമതിയാണ്, പൊളിറ്റിക്കൽ വില്ലിൻ്റെ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു കാരണമാകുമെങ്കിലും ഒരു ടാക്സ് കളക്ഷനിൽ ഒരു സ്പോണ്ടേനിയസ് ഗ്രോത്ത്, അതായത് അഭൂതപൂർവമായ വളർച്ച ഏതെങ്കിലും ഒരു വർഷം കാണാൻ കഴിയുമോ എന്ന് സംശയമാണ്. കോവിഡ് കഴിഞ്ഞ ശേഷം 2 വർഷം 23-24% വളർച്ച കണ്ടെങ്കിലും അതിപ്പോൾ ലഭിക്കുന്നില്ല. 2013-14 മുതൽ ഒരു ലോങ് റൺ, ഒരു 12 വർഷത്തെ ഗ്രോത്ത് എടുത്താൽ 10% താഴെയാണ് കേരളത്തിലെ തനത് നികുതി വരും. ഇതിനൊരു കാരണമുണ്ട്. കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഈസ് ഏജിങ്. നമ്മളൊരു വൃദ്ധ സമൂഹമായി മാറുകയാണ്. വൃദ്ധ സമൂഹത്തിൻ്റെ കൺസംഷൻ ഇൻക്രീസ്. കേരളം ഇന്ന് ഏറ്റവും വലിയ ഉപഭോഗ സംസ്ഥാനമാണെന്ന് നമ്മൾ പറയുന്നെങ്കിലും ഉപഭോഗത്തിൻ്റെ വളർച്ച മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തെയും ഉപഭോഗ വളർച്ച കൂടുതലുള്ള സംസ്ഥാനങ്ങളുമായും ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബുള്ളറ്റിൻ മെയ് 2026 RBI ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത കൊളംബിയയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇത് കൃത്യമായി പറയുന്നുമുണ്ട്. കേരളം ഈ കർവിന് താഴെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കാലക്രമേണ കേരളത്തിൻ്റെ തനതു നികുതി വരുമാന വളർച്ച ഘടനാപരമായ കാരണങ്ങളാൽ മന്ദീഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ നികുതി പിരിവിലെ കാര്യക്ഷമത കൊണ്ട് കുറച്ചധികമൊക്കെ മറികടക്കാൻ കഴിയും. എന്നാലും
ഒരു 20-25% 18-25% നികുതി വളർച്ച കൈവരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയാസ്പദമാണ്. 2, ചെലവിൻ്റെ കാര്യത്തിൽ നമ്മളൊരു സ്ട്രക്ചറൽ ട്രാപ്പ്, അതായത് ഘടനാപരമായ ഒരു ട്രാപ്പിൽ പോയി അകപ്പെട്ട് കഴിഞ്ഞു. ഇത് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. 1972 മാനേജ്മെൻറ്റ് കോളേജുകൾക്ക് ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു. മാനേജ്മെൻറ്റ് സമരം കഴിഞ്ഞ് ആരാണ് അതിൻ്റെ കുറ്റവാളി, ആരാണ് അതിൻ്റെ പുണ്യാളെന്നൊന്നും നോക്കിയിട്ട് ഇനി കാര്യമില്ല. സ്കൂളുകൾക്ക് ഇപ്പോൾ ശമ്പളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ 16,000, 17,000 മുതൽ 20,000 കോടി വരെ സംസ്ഥാനത്തിന് ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. പെൻഷൻ ബാധ്യതയുണ്ട്. നമ്മൾ 56 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നു, 80, 90, 100 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. തെറ്റായ കാര്യമല്ല, പക്ഷേ ഇതൊരു കമ്മിറ്റഡ് ബാധ്യതയാണ്. ഇപ്പോൾ ഈ 2013 ശേഷം വന്നവർക്ക് അഷ്യൂർഡ് പെൻഷൻ വന്നാൽ പോലും ഭാവിയിൽ ഈ പെൻഷൻ ബാധ്യത കുറയുന്നില്ല. അപ്പോൾ നമ്മുടെ നികുതിയേതര വരുമാനം നമ്മൾക്ക് കൂട്ടുന്നതിന് വളരെ പരിമിതികളുണ്ട്. ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നും ജീവിക്കുന്ന സമൂഹമെന്ന് കേരളത്തെ പറയുന്നത് തീർത്തും തെറ്റിദ്ധാരണാജനകമായൊരു കാര്യമാണ്. ലോട്ടറിയിൽ പിരിക്കുന്ന 18,000 കോടിയിൽ 85% ലോട്ടറി ചെലവിന് തന്നെയാണ് പോകുന്നത്. അത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വികലാംഗർക്കും മറ്റുമൊക്കെ കിട്ടുന്നുണ്ട്, ഭിന്നശേഷിക്കാർക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നികുതിയേതര വരുമാനങ്ങളുടെ വളർച്ചയുടെ പരിമിതിയും ചെലവുകളുടെ ഘടനാപരമായ ചെലവുകൾ കുറയ്ക്കുന്നതിൽ 5-10 വർഷത്തിനിടയിലുള്ള ഡിഫിക്കൽറ്റീസും കാണുമ്പോൾ കേരളത്തിൽ 18% നികുതി വളർച്ചയും ചെലവുകളെ മറികടക്കാനുള്ള തനത് നികുതി വരുമാന വളർച്ചയും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ എന്തുകൊണ്ടോ എനിക്കുണ്ടാകുന്നില്ല. തെറ്റാകാം, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല ആ പ്രതീക്ഷ. GST ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ടാക്സാണ്. അതായത് എവിടെ അവസാനത്തെ ഉപഭോഗം നടക്കുന്നുവോ അവിടെയാണ് GST കിട്ടുന്നത്. അപ്പോൾ കേരളത്തിൽ ധാരാളം അധിക വരുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ പൊതുവിൽ ഉണ്ടായിരുന്നു. ന്യായമായും കിട്ടേണ്ടതുമാണ്. എന്തുകൊണ്ടിത് കിട്ടിയില്ല? 2-3 കാരണങ്ങളാണ് ഇതിന് പറയുന്നത്. 1, ഈ അന്തർ സംസ്ഥാന ചരക്ക് സപ്ലൈ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന നികുതി IGSTയുടെ ഷെയറാണ്. GSTയിൽ CGST, SGST, IGST ഇങ്ങനെ 3 നികുതികളുണ്ട്. IGST എന്ന് പറയുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ഡീലർ കേരളത്തിലേക്ക് 10,000 ടെലിവിഷൻ സെറ്റ് തരുന്നു. കർണാടകത്തിൽ നിന്നും കുറച്ചധികം വസ്തുവകളോ സർവീസോ കേരളത്തിൽ വരുന്നു. ഇതിൻ്റെ നികുതി കേരളത്തിന് കിട്ടണം. പക്ഷേ ഈ നികുതി കേരളത്തിനല്ല പിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഇത് കേന്ദ്ര സർക്കാരിനാണ് കർണാടകത്തിലെയോ തമിഴ്നാട്ടിലെയോ ഡീലർ അടയ്ക്കുന്നത്. അതിൽ 9-9, 18% അടക്കി. 9% കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കേന്ദ്ര സർക്കാർ എടുത്ത ശേഷം ഈ 9% കേരളത്തിനോ ഏത് സംസ്ഥാനത്തിലാണോ അവസാനത്തെ ഉപഭോഗം നടക്കുന്നത് അവിടെ തരണം. പക്ഷേ ഞാൻ വളരെ വിശദമായി പറയുന്നില്ല. GST റിട്ടേണുകളിൽ തന്നെ ഉള്ള പോരായ്മകളും GST ഭരണത്തിലെ സംസ്ഥാനങ്ങളുടെ പരിമിതിയും കാരണം ഇത് കേരളത്തിന് കിട്ടാത്ത അവസ്ഥയെത്തി. ഒരു ഉദാഹരണം പറയാം. കാസർഗോട്ട് നിന്നും കോട്ടയത്തേക്ക് ഒരു മൈ ട്രിപ്പിൽ കയറിയാൽ ഒരു ടിക്കറ്റ് എടുത്തു. മൈ ട്രിപ്പിൻ്റെ ഹെഡ് ഓഫീസ് ഒരുപക്ഷെ ഹരിയാനയിലോ നോയിഡയിലോ UPയിലോ ആകാം, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓഫീസ് അവിടെ ആവാം. ഇതിൻ്റെ എല്ലാം അഡ്രസ്സ് സിസ്റ്റം കൃത്യമായി ക്യാപ്ചർ ചെയ്തില്ലെങ്കിൽ കമ്പനിയുടെ ഹെഡ് ഓഫീസ് എവിടെയുണ്ടോ അവിടെ പോകും. കേരളത്തിന് ഈ നികുതി കിട്ടില്ല. ഇനി നികുതി വെട്ടിപ്പിൻ്റെ കാര്യം പറയാം. വെട്ടിപ്പില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. GST വന്നതിന് ശേഷം ഇതൊരു സെൽഫ് പോലീസിങ്, അതായത് ഇൻപുട്ട് ക്രെഡിറ്റ് വരുമ്പോഴേക്കും ഔട്ട്പുട്ട് ടാക്സ് കൃത്യമായി കൊടുക്കുമ്പോൾ ഇതിൽ തന്നെത്താനെ ഈ വിവരങ്ങൾ മുഴുവൻ സിസ്റ്റത്തിൽ വരുമ്പോൾ പറ്റില്ല എന്ന് പറയേണ്ടത്. പക്ഷേ ഒരു പാരലൽ ചെയിൻ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു GST ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, ഇവർക്കിപ്പോൾ ചെക്ക് പോസ്റ്റുകളില്ല GST വന്നതിന് ശേഷം. ഇവർ ചില പരിശോധന നടത്തിയപ്പോൾ E-way ബില്ലുകൾ ഇവർ പരിശോധിച്ചു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ഗുഡ്സാണ്. സിമൻ്റ് ആവാം, കമ്പി ആവാം, പലതും ആവാം. ഈ E-way ബില്ലുകൾ ഇവർ തമിഴ്നാട്ടിലാണ് ഡീലർ, അല്ലെങ്കിൽ കർണാടകത്തിലാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ തെലങ്കാനയിലാണെന്ന് വെച്ചോളൂ. ഡീലറുടെ റിട്ടേൺ ഇവർ സിസ്റ്റത്തിൽ പരിശോധിച്ചപ്പോൾ ഈ E-way ബില്ലിൽ വന്ന സാധനം ഒന്നും റിട്ടേണിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അധികാരപരിധി കേരളത്തിനില്ല. അവസാന ഉപഭോഗം കേരളത്തിലെ ഡീലറാണെങ്കിൽ തമിഴ്നാട്ടിനില്ല. അപ്പോൾ സംസ്ഥാനങ്ങളുടെ അധികാരം, അവർക്ക് കിട്ടേണ്ട നികുതി പൂർണ്ണമായും പിരിച്ചെടുക്കുന്ന ഒരു അധികാരത്തിൽ ഒരു ട്രൺകേഷൻ അഥവാ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു പ്രശ്നമാണ്. ഇതുകൊണ്ടാണ് IGST 25,000 കോടി പിരിഞ്ഞു കിട്ടും എന്നൊക്കെ പറയുന്നതെങ്കിലും ഇത്ര വലിയ തുകയുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അനുമാനങ്ങളാണ്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരൊക്കെ നടത്തിയ അനുമാനങ്ങളാണ്. പക്ഷേ ഇത് പൂർണ്ണമായും കേരളത്തിന് തന്നെ പിരിച്ചെടുക്കാൻ കഴിയും എന്ന് നമ്മൾ വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഇതിലാവശ്യം GST കൗൺസിലിലൂടെ GST റിട്ടേൺ സംവിധാനത്തിൽ അഡ്രസ്സ് ഫുള്ളായി ക്യാപ്ചർ ചെയ്യാനും എൻഫോഴ്സ്മെൻറ്റിൽ കേന്ദ്ര സർക്കാരുമായി കൂടുതൽ കോർഡിനേഷൻ ഉണ്ടാകാനും ഈ ഇൻട്രസ്റ്റേറ്റ് ട്രേഡിന് ഇതിനെപ്പറ്റി പുതിയ ഒരു റിട്ടേൺ സംവിധാനങ്ങൾ E-way ബില്ലുകളോ മറ്റേ ഓട്ടോ പോപ്പുലേറ്റർ റിട്ടേൺ വരാനോ പരിശോധനയ്ക്കും കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളിലൂടെ പറ്റില്ല. പഴയ പോലെ ഈ
പോലീസുകാരനും വടിയുമായി കടയുടെ മുന്നിൽ നിന്നാൽ നികുതി പിരിവ് കാര്യക്ഷമമാകുമെന്നുള്ള ധാരണ തീർത്തും തെറ്റായി മാറി. ഇത് മാറണം. GST വന്നപ്പോൾ പ്രതീക്ഷ വെച്ച് പുലർത്തിയതിൽ തെറ്റില്ല, പ്രതീക്ഷ അല്പം കടന്നുപോയി. പക്ഷേ GST തന്നെ വന്ന ഘടനാപരമായ കാരണങ്ങളെ നടന്നില്ല. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ഒരു മിനറൽ വാട്ടറിൻ്റെ ഐസ്ക്രീമിൻ്റെ ഉദാഹരണം എടുത്തോളൂ. കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന നികുതി, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്ത് കിട്ടിക്കൊണ്ടിരുന്നത് 12.5 മുതൽ 14%. കേരളത്തിൽ 14%. ഇന്നിപ്പോൾ കിട്ടുന്നത് 9%. കാരണം 18% നികുതി, 9% കേന്ദ്രത്തിന്, 9% ഇവിടെ. അങ്ങനെ 5.5% നികുതി നിരക്കിൽ വീഴ്ച വന്നു. ഇനി 60-40 റേഷ്യോയിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും നികുതി നിരക്ക് വീതിച്ചെടുക്കണമെന്നത് അത് 50-50%. 5 വർഷം GST നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞപ്പോൾ മതിമറന്നുപോയ സംസ്ഥാനങ്ങൾ ഈ 50% റേഷ്യോയ്ക്ക് അംഗീകരിച്ചു പോന്നു. വിദഗ്ധമായും അതൊരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി അല്ല. എങ്ങനെയാണ് ചെയ്തിരിക്കുക? ഇതിൽ ആരും ഈ 60% റവന്യൂ ന്യൂട്രൽ റേറ്റിൽ നമുക്ക് സംസ്ഥാനങ്ങൾ കിട്ടണമെന്നുള്ളത് എല്ലാവരും മറന്നുപോയി. GSTക്ക് ഒരു അതിശക്തമായ എതിർപ്പുകൾ ഉയർത്തിയത് അന്ന് BJP ഭരിച്ചുകൊണ്ടിരുന്ന മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ്. BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഫലപ്രദമായി അവർക്ക് 50-50 എന്നുള്ള റേഷ്യോയിൽ നികുതി വീതിച്ചെടുക്കാൻ കഴിഞ്ഞു. കോമ്പൻസേഷൻ ഇതാ 23 ജൂൺ 30 തീർന്നു. സംസ്ഥാനങ്ങൾ നഷ്ടം സഹിക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്രത്തിന് ധാരാളം റവന്യൂ എലാസ്റ്റിക് സോഴ്സസ് ഉണ്ട്. അതുകൊണ്ട് GSTയിലുള്ള വെട്ടിപ്പുകളും നികുതി വെട്ടിപ്പും വളരെ കാര്യക്ഷമമായി പരിഹരിക്കാൻ കഴിഞ്ഞാൽ പോലും കേന്ദ്ര സംസ്ഥാന ആരാണ് ഇത് എൻഫോഴ്സ് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം, ഈ അസസ്മെൻറ്റ് മുഴുവൻ കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്കാൻ സംസ്ഥാനങ്ങൾ തയ്യാറാകുന്നു. സംസ്ഥാനങ്ങൾ ചെയ്താൽ അത് കാര്യക്ഷമമോ? ഇത്തരം വലിയൊരു ക്രോസ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇത് സങ്കീർണമാണ്, ഇത് പരിഹരിക്കാൻ കഴിയാത്തതല്ല. പക്ഷേ പെട്ടെന്ന് കേരളത്തിൽ നിന്നും ഒരു എൻഫോഴ്സ്മെൻറ്റ് കൂട്ടി എല്ലാ കടയിലും പരിശോധന നടത്തിയാൽ നികുതി കിട്ടുമെന്ന് വെച്ചാൽ GST സംവിധാനത്തിൽ അത് വളരെ ഫലപ്രദമാകാൻ ഇടയില്ല. അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നവരുടെ വാദത്തെ മുഖവിലക്കെടുക്കാനും അറിയില്ല. 2000-ന് ശേഷം ധവളപത്രം ഒരു ആചാരമാണ്. കാരണം 2001 നായനാർ സർക്കാർ പുറത്തുപോയി AK ആന്റണി സർക്കാർ വന്നപ്പോഴാണ് പ്രചാരമായ ഒരു ധവളപത്രം വന്നത്. അന്ന് ഇത്തിരി ലിക്വിഡിറ്റി ഫിസ്ക്കൽ ക്രൈസിസ് ഉണ്ടായിരുന്നു, ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 2006 VS ഗവൺമെൻറ് വന്നപ്പം ഈ ആചാരം ആവർത്തിച്ചില്ല. 2011 ഉമ്മൻചാണ്ടി സർക്കാരും KM മാണിയും വന്നപ്പോൾ ഇത് വീണ്ടും ആവർത്തിച്ചു. 2016 ഇത് ആവർത്തിച്ചു. അപ്പോൾ LDF UDF സർക്കാരുകൾ മാറി മാറി ആവർത്തിച്ച ഒരു ആചാരമാണ് ഈ ധവളപത്രം. കുറ്റം പറയല്ല, പക്ഷേ അതൊരു സർക്കാർ മാറി വരുമ്പോൾ അവർക്ക് പലതും ജനങ്ങളോട് പറയാനുണ്ടാകും. അതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കടക്കെണി എന്ന് പറയുന്ന വാക്കിനോട് നമ്മളൊരു ഭേദഗതി വരുത്തണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കടക്കെണിയിലാകാൻ കഴിയുമോ? ഇതൊരു ഭരണഘടനാപരമായ ചോദ്യമാണ്. കാരണം കടക്കെണി എന്ന് വെച്ചാൽ എന്താണ്? കടം തിരിച്ചടയ്ക്കാൻ വയ്യാതെ നട്ടം തിരിയുന്നൊരവസ്ഥ, അല്ലെങ്കിൽ കടം എടുത്ത പലിശ പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽ കേരളമോ ഏതെങ്കിലും ഒരു സംസ്ഥാനമോ അകപ്പെട്ടിട്ടുണ്ടോ? അകപ്പെടാൻ സാധിക്കുമോ? സാധിക്കില്ല എന്നുള്ളതാണ് കാര്യം. കാരണം എന്ന് വെച്ചാൽ എല്ലാം മെച്ചമാണെന്നല്ല അർത്ഥം. കാരണം ഭരണഘടനയുടെ 293(3), 293(4) അനുച്ഛേദങ്ങൾ പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ സംസ്ഥാനങ്ങൾക്ക് അവർ ഇതിനകം കേന്ദ്രത്തിൽ നിന്നും വായ്പ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുക്കാതിരിക്കാൻ കേന്ദ്രം സമ്മതിക്കത്തില്ല. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ സംസ്ഥാനങ്ങളെ ആ പരിധിയിൽ അവർ കൊണ്ടുവരും കേന്ദ്രം. അത് തെറ്റൊന്നുമല്ല, പക്ഷെ അതങ്ങനെയാണ്. കേന്ദ്ര സർക്കാരിന് കടപരിധി നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശം ഭരണഘടന നൽകിയിട്ടുണ്ട്. ഇത് ഫെഡറലിസം ആണോ എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു ഡിബേറ്റാണ്, അത് പിന്നെ പറയാം. അപ്പോൾ ഒരു സംസ്ഥാനത്തെ കടക്കണിയിലാകാതെ നോക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. പക്ഷേ എന്താ സംഭവിക്കുന്നത്? കടമെടുക്കാൻ കഴിയുന്നില്ല, കടപരിധി വെട്ടിക്കുറയ്ക്കുന്നു. അതാണ് ഈ സാമ്പത്തിക ഉപരോധം എന്നൊക്കെ പറയുന്നത്. സാർ, തനത് നികുതി വരുമാനം കുറയുന്നു, കേന്ദ്ര ഗ്രാൻറ്റുകൾ നിന്നു പോകുന്നു, കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതം കുറയുന്നു. തനത് നികുതി സമാഹരണത്തിലും കേന്ദ്ര നികുതി വിഹിതത്തിലും കുറവ് വരുമ്പോൾ വരുന്ന ഒരു സാധനം ഒരു ലിക്വിഡിറ്റി ക്രൈസിസാണ്, ഒരു പണഞ്ഞെരുക്കമാണ്. പണഞ്ഞെരുക്കം കടക്കെണിയല്ല. 5.07 ലക്ഷം, 7 ലക്ഷം, 6 ലക്ഷം, 4.88 ലക്ഷം ഈ പറയുന്നതിൽ കാര്യമില്ല. കാരണം കടത്തെ ആഭ്യന്തര വരുമാനത്തിൻ്റെ അനുപാതമായി മാത്രമേ പറയാൻ കഴിയൂ. ആഭ്യന്തര വരുമാനത്തിൻ്റെ അനുപാതം എന്ന നിലയിൽ താരതമ്യേന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ കേരളത്തിൽ കൂടുതലാണ്, നിഷേധിക്കുന്നില്ല. പക്ഷേ കോവിഡ് കാലത്ത് 5% ധനക്കമ്മി പരിധി കേരളം ഫലപ്രദമായി ഉപയോഗിച്ചപ്പോൾ പല സംസ്ഥാനങ്ങളും ഉപയോഗിച്ചില്ല, വിനിയോഗം ചെയ്തില്ല എന്നുള്ളത് വേറൊരു വിമർശനമാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ 38%-ലെത്തിയ കടം ആഭ്യന്തര വരുമാന പരിധി ഇപ്പോൾ ഒരു 34-33% എത്തുന്നു എന്നാണ് ബഡ്ജറ്റ് ഇൻ ബ്രീഫിൽ പോലും കാണുന്നത് പുതുക്കി. അപ്പോൾ കടക്കണി ഒരു സംസ്ഥാനങ്ങൾക്കുണ്ടാകാൻ കഴിയില്ല. പക്ഷേ ബില്ലുകൾ കൊടുക്കാൻ സാധിക്കാതെ വരും,
ഏറ്റവും പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാവും. ഇങ്ങനെ ഒരു കെണി പ്രത്യക്ഷപ്പെടും. ഇതൊരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു പണക്കെണിയോ പണഞ്ഞെരുക്കമോ അതിലോട്ട് പോയി വരും. അത് നല്ല ആശാസ്യമായൊരു സാഹചര്യമല്ല. അതുകൊണ്ട് കടക്കെണി എന്ന് തന്നെ വിളിക്കരുത്. അതിനൊരു പണഞ്ഞെരുക്കം ഉണ്ടാകുന്നു. ഇതിനെന്താണ് പരിഹാരം എന്നാണ് നോക്കേണ്ടത്. അതുകൊണ്ട് ഇതൊരു പ്രതീതിയല്ല. ചിലപ്പോൾ കേരളത്തിൽ പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളായി 25-30 വർഷങ്ങളായി ലിക്വിഡിറ്റി മാനേജ്മെൻറ്റാണ് ഒരു ധനമന്ത്രി നടത്തുന്നത്. എങ്ങനെ ഈ പേയ്മെൻറ്റ് കൊടുക്കും, ശമ്പളം എങ്ങനെ മുടങ്ങാതെ കൊണ്ടുപോകും. ഇതൊരു റെക്കറിങ് പ്രശ്നം തന്നെയാണ്. ഒന്നുകിൽ നമ്മുടെ നികുതി വരുമാനം 10, 20, 22% സ്ഥായിയായി വളരണം. 2005 ശേഷം 12, 13 വരെ മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. വാറ്റ് തുടങ്ങിയതിന് ശേഷം. അതിന് മുമ്പോ ശേഷമോ ഒന്നും കേരളത്തിൻ്റെ നികുതി വരുമാനം അങ്ങനെ ഒരു എക്സ്പ്ലോസീവ് ഗ്രോത്തിലേക്ക് പോയിട്ടില്ല. ചിലവുകളൊട്ട് കുറയുന്നുമില്ല. ഇതിനൊരു ലോങ് റൺ പരിഹാരങ്ങളുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ കടക്കണിയിലല്ല കേരളം. പണഞ്ഞെരുക്കത്തിലാണോ എന്ന് ചോദിച്ചാൽ ഓഫ് ആൻഡ് ഓൺ പലപ്പോഴും, അല്ലെങ്കിൽ മോർ ഓഫൺ ദാൻ നോട്ട് കേരളം പണഞ്ഞെരുക്കത്തിലാണ്. ഇത് ആശാസ്യകരമായൊരു സിറ്റുവേഷനല്ല. കടക്കണി എന്ന് പറയുന്നത് പൊതുധനകാര്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വെച്ച് നോക്കിയാൽ അബദ്ധമാണ്. പണഞ്ഞെരുക്കമെന്നേ പറയൂ. സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ മുമ്പേ വെച്ച വാഗ്ദാനങ്ങളാണ്. സാധ്യമല്ല എന്നൊക്കെ ഒരു സർക്കാരിന് ഒരു മാസമാകുമ്പോൾ പറയുന്നത് ചിലപ്പോൾ ഒരു അഹങ്കാരമാകാം. അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷേ അത് ക്ലേശകരമാണെന്നുള്ള കാര്യത്തിന് സംശയമില്ല. കാരണം KSRTC ബസ്സിൽ എല്ലാവർക്കും സൗജന്യയാത്ര കൊടുക്കാമെന്ന് പറഞ്ഞ ഓർഡിനറി ബസ്സിൽ ചുരുക്കേണ്ടി വന്നു. കുറ്റം പറഞ്ഞതല്ല. അപ്പോൾ അതിൻ്റെ വിഷമം ഭരണത്തിൽ വന്നപ്പോൾ മനസ്സിലായി എന്ന്. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലായത് എല്ലാവർക്കും സൗജന്യ ഇൻഷുറൻസ് എന്നാണ്. അത് ആശാസ്യകരമാണെന്ന് ചോദിച്ചാൽ ഏറ്റവും അധികം ഇൻഷുറൻസ് ഉള്ള വലിയ വരുമാനക്കാർക്കും ഉയർന്ന ശ്രേണികളവർക്കൊക്കെ സർക്കാർ എന്തിനാണ് സൗജന്യ ഇൻഷുറൻസ് കൊടുക്കുന്നത്? വേണമെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷെ പറഞ്ഞത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിറ്ററൽ ഇൻ്റർപ്രിട്ടേഷൻ. ഇപ്പോൾ ആർക്കൊക്കെ കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കണ്ട എന്നുള്ളൊരു DPR അങ്ങനെ ഒരു ചിന്തയിലോട്ട് പോയിട്ടുണ്ട്. ഇനി ക്ഷേമ പെൻഷൻ 3000 രൂപ വെച്ചാക്കുമ്പോൾ ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നൊരു വർഷം ഒരു 11,000, 12,000 രൂപ ഇട്ട് അത് ഇനിയും കൂടും. ഇതൊരു കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറായിട്ട് വരും. വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ഈ വായ്പ എടുക്കുമ്പോൾ പലിശ, ഇതെല്ലാം ബഡ്ജറ്റിൻ്റെ കറണ്ട് എക്സ്പെൻഡിച്ചറിൽ നല്ല ഒരു കമ്മിറ്റഡ് ലയബിലിറ്റി ഉണ്ടാക്കും. നിങ്ങൾ എവിടെയെങ്കിലും ഇത് വെട്ടിക്കുറയ്ക്കാൻ കഴിയും? സാധ്യമല്ല. മൂലധന ചെലവ് കുറവാണെന്ന പരാതിയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ക്ലേശകരമായ കാര്യമാണ്. എങ്ങനെയാണ് ഈ ഒരു ഞാണിന്മേൽ കളി നടത്താൻ പോകുന്നതെന്നുള്ളത് കാണാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചതിന് കുറ്റം പറയുകയല്ല. പക്ഷേ ഇത് അത്ര എളുപ്പം നടക്കുമോ എന്ന് പറയാൻ കഴിയില്ല. ഇനി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബഡ്ജറ്റ് വഴി ക്ഷേമ പ്രവർത്തനങ്ങളും കിഫ്ബി വഴി മൂലധന ചെലവും എന്നുള്ള ഒരു നയം കൈക്കൊണ്ടെന്ന് വെച്ചാൽ ഇതിന് ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ ഒരു ബൈനറിയിൽ പറയാതെ ഞാൻ വേറൊരു രീതിയിൽ പറയാം. അതായത് 3% നമുക്ക് കടമെടുക്കാൻ കഴിയുന്ന ഒരു വാർഷിക കടപരിധി. അതിന് മുകളിൽ കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ല. ഇതിനെ എങ്ങനെ മറികടക്കണം? അതായത് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യം വളരെ മോശമായ നിലയിലാണെന്നും അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിക്ഷേപം വരുന്നില്ല എന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുമുള്ളൊരു വിശ്വാസമുണ്ട്. യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ ഒന്ന് മുറിച്ച് കടന്ന് ഇത് ചെയ്യാമെന്നായിരിക്കണം ഡോക്ടർ ഐസക്കിൻ്റെ കാലത്ത് അവർ ആലോചിച്ചത്. ആ ബഡ്ജറ്റിൽ കിഫ്ബി 1999 വന്ന ഒരു സാധനമാണ്. 2016 കിഫ്ബിക്കൊരു നികുതി വിഹിതം നീക്കി വെച്ചുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ 50%, ക്രമേണ 50%, പെട്രോളിയം സെസ്സും നീക്കി വെച്ചുകൊണ്ട് കിഫ്ബി ആ ഒരു അസറ്റിൻ്റെ ഫ്ലോയിൽ മാർക്കറ്റിൽ നിന്ന് കടമെടുക്കുകയും അതൊരു സസ്റ്റൈനബിൾ ഡെറ്റായിട്ട് കിഫ്ബിക്ക് മാറും എന്നുള്ള പ്രതീക്ഷയാണ് അവതരിപ്പിച്ച മോഡൽ. നമ്മൾ ഈ ഒരു 3% കടമെടുത്ത് ക്ഷേമ പ്രവർത്തനങ്ങളും അത്യാവശ്യം മൂലധന പ്രവർത്തനങ്ങൾക്ക് നടത്താം. 3ൻ്റെ പുറത്ത് കിഫ്ബി ചെയ്യും. കിഫ്ബി ഇത് ചെയ്യുമ്പോഴേക്കും കേരളത്തിൻ്റെ സാമ്പത്തിക വികാസം ഉണ്ടാവും. ഇൻഫ്രാസ്ട്രക്ചറും സാമ്പത്തിക വളർച്ചയും തമ്മിൽ ബന്ധമുണ്ട്. സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ കൂടുതൽ വ്യവസായങ്ങൾ വരുന്നു. കൂടുതൽ വ്യവസായങ്ങളും തൊഴിലവസരങ്ങളും കൂടുതൽ വികസനം സൃഷ്ടിക്കപ്പെടുമ്പോൾ നികുതി വരുമാനം കൂടുന്നു. അങ്ങനെ ഒരു വലിയ ഒരു ഇനിയെല്ലാം സന്തോഷകരമാണെന്നുള്ള കാര്യത്തിൽ മുന്നോട്ട് പോയപ്പോഴാണ് വെള്ളിടി പോലെ കോവിഡ് വന്നതും പിന്നെ മാർച്ച് 31, 2022 ഇവിടുത്തെ ഏറ്റവും നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഒരു റെഡ് ലെറ്റർ ഡേ, അല്ലെങ്കിൽ ഒരു ഏറ്റവും അവിടെ വെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ധനമന്ത്രാലയം ഒരു ഓഫീസ് മെമ്മറാണ്ടം ഇറക്കി. വളരെ ഷാർപ്പായിട്ട് അവർ പറഞ്ഞത് കിഫ്ബി എന്ന് വേറെ ഒന്നുമില്ല പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു സംസ്ഥാനം, ഇത് തെലങ്കാനയ്ക്കും കൂടെ ബാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്, മറ്റ് സംസ്ഥാനങ്ങളും ബാധിച്ചാൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം അതിൻ്റെ നികുതി വിഹിതം ഒരു സർക്കാർ ഇതര സ്ഥാപനത്തിന് കൈമാറുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം എടുക്കുന്ന കടവും സർക്കാരിൻ്റെ കടമായി ഞങ്ങൾ കൂട്ടും. അവിടെ കൊണ്ട് തീർന്നു. അതായത് ഈ 3% മുറിച്ച് കിടക്കുന്നതിന് പകരം 3%ൻ്റെ അകത്ത് കിഫ്ബി വന്ന് കയറി.
കിഫ്ബി സ്വാഭാവികമായും 8-8.5 മസാല ബോണ്ടാണെങ്കിൽ 9% ബോറോ ചെയ്തു. ഏത് സ്ഥാപനവും ബോറോ ചെയ്യുന്നത് പോലെ സർക്കാരിന് റിസർവ് ബാങ്കിൻ്റെ ഇതും എല്ലാം കൂടെ ഒരു പ്രൊട്ടക്റ്റഡ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു 7.1 അങ്ങനെ ഒരു 1.5% പലിശയ്ക്ക് അധികം കിഫ്ബി കടമെടുക്കുന്നു, നമുക്കുള്ള കടം നഷ്ടമാകുന്നു എന്നുള്ള ഒരു ദുരവസ്ഥയിലേക്ക് കേരളം ചെന്ന് ചാടി. ഇനി എന്താ എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് അതിലൊരു കൃത്യമായ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇപ്പോഴും ഒരു വിദഗ്ധ സമിതിയെ വെച്ച് പഠിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ മോഡലിന് നമുക്ക് റീവിസിറ്റ് ചെയ്യണം. കാരണം ഇത് സുപ്രീം കോടതിയിൽ കേസ് പോയി ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. പക്ഷേ ഭരണഘടനാ ബെഞ്ചിന് ഇതുവരെ വിട്ടിട്ടില്ല. ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ച പല കേസുകളും തന്നെ വിദൂര ഭാവിയിലാണ് വിധി വരുന്നത്. 1, 2, 3 സർക്കാരുകളുടെ ഭാവിയിൽ പളഞ്ഞെരുക്കം ഉണ്ടായാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് എങ്ങനെ ഇതിനെ ഒന്ന് റീമോഡൽ ചെയ്യണമെന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ കേന്ദ്രം ഭരിക്കുന്ന BJPയും LDFും UDFും ചേർന്നിരുന്ന് കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് എങ്ങനെ ബഡ്ജറ്റിന് പുറത്തു നിന്നും ഈ ട്രാപ്പിൽ പെടാതെ ഒരു ധനാഗമ മാർഗം കണ്ടെത്താമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതിന് പല മാർഗങ്ങളും പല ട്രിക്കുകളുമുണ്ട്. FRBM തന്നെ ഒരു ട്രിക്കാണ്. FRBM ഈ 3% ഉണ്ടാക്കിയ ശേഷം പുറത്ത് കടമെടുക്കുന്നത് കേരളം മാത്രമല്ല, ലോകത്തെല്ലാ സർക്കാരുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഭരണഘടനാ പ്രകാരം കേന്ദ്ര സർക്കാർ വായ്പാ പരിധിയിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇനി ബിസിനസ് ആസ് യൂഷ്വൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ പോയി എത്തിയിട്ടുണ്ട്. ഇതൊരു വാസ്തവമാണ്. ഇതെങ്ങനെ മറികടക്കണം? ഇതിന് കിഫ്ബി പൂട്ടണമെന്ന് ചോദിച്ചാൽ കിഫ്ബി പൂട്ടാൻ കഴിയില്ല, പല പ്രോജക്റ്റുകളും വഴിയില്ല. എന്ത് ചെയ്യണം? ഇതൊരു സങ്കീർണമായ ചോദ്യമാണ്. UDF LDFിനെ പറഞ്ഞുകൊണ്ടോ LDF UDFിനെ പറഞ്ഞതുകൊണ്ടോ രണ്ടുപേരെയും BJP പറഞ്ഞുകൊണ്ടോ രണ്ടുപേരും കൂടെ BJP പറഞ്ഞുകൊണ്ടോ തീരത്തില്ല. ഇത് എങ്ങനെയെന്നുള്ളത് കേന്ദ്ര സർക്കാരുമായി ഒത്തുചേർന്ന് ആലോചിച്ചൊരു വയാമീഡിയയിൽ എത്തുകയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി പെട്ടെന്ന് കേസ് ജയിക്കണം. അത് സംഭവ്യമാണോ ഇതെനിക്കറിയില്ല. അത് നാളെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ, കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലും ഇങ്ങനെ ഒരു കോറിഡോർ, അതായത് അങ്ങനെ ഒരു കോറിഡോറിനെ പറ്റി അന്നത്തെ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമുദ്ര സമ്പത്തിനെ അടിസ്ഥാനമാക്കി തുറമുഖ നഗരമാക്കി കേരളത്തെ മാറ്റണമെന്നുള്ള വീക്ഷണം തന്നെ വന്നിട്ടുണ്ട്. ഇത് സാധിക്കാത്തതല്ല. പക്ഷേ വിഴിഞ്ഞം എന്ന് കേരളത്തിൻ്റെ ബോർഡർ വിത്ത് തമിഴ്നാട് ഒരു അടച്ച ബോർഡറല്ല. വിഴിഞ്ഞത്തിൻ്റെ ആൻസിലറി ഡെവലപ്മെൻറ്റ് കേരളം ശ്രദ്ധിച്ച് നേരത്തെ ചെയ്യാൻ കേരളത്തിന് സാധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ സിംഹഭാഗവും തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു സാധ്യത തള്ളിക്കളയാനൊന്നും കഴിയില്ല. അവരെ കുറ്റം ചെയ്യില്ല, അവരത് മുതലാക്കാം. അവരത് ക്ലിയറായിട്ട് അതിനെ ഒരു വിഷനോട് കൂടി ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള വലുത് അങ്ങോട്ട് പോയെന്ന് വരാം. പക്ഷേ ഈ റിംഗ് റോഡുകൾ ഡെവലപ്പ് ചെയ്യുക, ആൻസിലറി ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുക, ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇതൊക്കെ ചെയ്യാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ടോ എന്ന് ചോദിച്ചാൽ കാണത്തില്ല. ഇതിനെ ഒരു കേരളത്തിൽ സ്വകാര്യ നിക്ഷേപം വേണ്ട എന്നിനി പറയാനും കഴിയില്ല. പക്ഷേ എല്ലാ കേരളത്തിൻ്റെ ധാതു സമ്പത്തുകളും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണോ, അപകടകരമായ സ്ഥിതിയിലേക്ക് പോകണമെന്ന് ചോദിച്ചാൽ അത് പാടില്ല. സ്ട്രാറ്റജിക്കലി പൊതുമേഖലയെ നമ്മൾ കളയാതെ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന നയം തന്നെയാണ് ഇടതുപക്ഷത്തിനും കേരളത്തിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അവരതിൽ നിന്ന് മാറിയൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ സർക്കാർ നടത്തിയിട്ടുണ്ട്. ഈ സർക്കാർ തുടരുമെന്ന് തന്നെ തോന്നുന്നത്. കാരണം കേരളത്തിൻ്റെ റാങ്ക് 28-ൽ നിന്ന് 1-ലേക്കൊക്കെ വന്നിട്ടുണ്ട്. ആസ്പയറൻസി വളരെ മുന്നോട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ കുറേയൊക്കെ ഇത് സാധിക്കും. അതിന് സ്വകാര്യ മേഖലയുടെ പങ്ക് വളരെ വലുതാണ്. ഞാൻ പറയുന്നത് സമുദ്ര സമ്പത്തും ധാതു സമ്പത്തും എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണമെന്നല്ല. പക്ഷേ ആൻസിലറി ഇൻഡസ്ട്രീസ്, തൊഴിൽ സംരംഭങ്ങൾ മുതലായവയിലുള്ള നിക്ഷേപങ്ങളും മറ്റും സ്വകാര്യ മേഖലയ്ക്ക് അടക്കം വരേണ്ടി വരും. വിഴിഞ്ഞം കേരള സർക്കാരിന് വലിയ ഒരു സാമ്പത്തിക ഇടപെടൽ കൂടി ഉണ്ടാക്കി വെച്ചൊരു കാര്യമാണ്. കാരണം കേരള സർക്കാർ 5,000, 6,000, 7,000 കോടിയോളം ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാർ അതിന് ലോണായിട്ടാണ് ഫ്യൂച്ചർ സ്ട്രീമിൽ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും തിരിച്ചാണ്. ഗ്രാൻഡ് പോലും ഇല്ല. തൂത്തുക്കുടിക്ക് ഗ്രാൻഡ് കൊടുത്തപ്പോൾ വിഴിഞ്ഞത്തിന് തന്നില്ല. പറഞ്ഞത് തൂത്തുക്കുടി പൊതുമേഖലാ പോർട്ടാണ്, വിഴിഞ്ഞം അതല്ല എന്നാണ്. അപ്പോൾ പൊതുമേഖലയ്ക്ക് ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഒരു നല്ല പരിഗണന കൊടുക്കുന്നുണ്ട്. സ്വകാര്യ മേഖലയോട് ചിറ്റമ നയമുണ്ടെന്നാണ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലെങ്കിലും പറഞ്ഞത്. പക്ഷേ വിഴിഞ്ഞം ആൻസിലറി ഡെവലപ്മെൻറ്റിന് നമ്മൾ കേന്ദ്ര സഹായമൊന്നും വലുതായിട്ട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കേരളത്തിന് അതെങ്ങനെ ചെയ്യാൻ കഴിയും? ആ കാര്യത്തിൽ ഈ വ്യവസായങ്ങളും അനുബന്ധ വ്യവസായങ്ങളും കൊണ്ടുവരുന്നതിൽ പൊതുമേഖലയുടെ സ്ട്രാറ്റജിക് സെക്ടേഴ്സ് നിലനിർത്തിക്കൊണ്ട് എങ്ങനെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ടത്. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ വൻകിട പുകക്കുഴൽ ഉയരുന്ന വ്യവസായ സ്ഥാപനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. കാരണം പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്, ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനമാണ്, ഭൂമി എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കേരളം ഒരു വിജ്ഞാന അല്ലെങ്കിൽ ഒരു സൺറൈസ് ഈ സ്റ്റാർട്ടപ്പുകൾ, സോഫ്റ്റ്വെയർ,
ഇങ്ങനത്തെ തൊഴിലുകളിൽ അധിഷ്ഠിതമായ ഒരു, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഇൻ്റലക്ച്വൽ ലേബറിൽ അധിഷ്ഠിതമായ തൊഴിലിലോട്ട് നീങ്ങണം എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നും ആരും തമ്മിലില്ല. പക്ഷേ ഇതിൽ യുവസംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ട്, അതുകൊണ്ട് അതിലൊക്കെ ഒരു തുടർച്ച ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ വിജ്ഞാന സമൂഹം എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ 1950കളിലും 60കളിലും 70കളിലും ഉണ്ടാക്കിയ ബോർഡ് ഓഫ് സ്റ്റഡീസും സിൻഡിക്കേറ്റ്, ഇതൊക്കെ ശ്യാം മേനോൻ കമ്മീഷൻ, രാംകുമാറൊക്കെ അംഗമായിരുന്ന ശ്യാം മേനോൻ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇനിയും നടപ്പായിട്ടില്ല. യൂണിവേഴ്സിറ്റികൾ കൂടുതൽ അക്കാഡമിക് ആവുകയും അവിടുത്തെ കോഴ്സുകൾ റീഡിസൈൻ ചെയ്യുകയും യൂണിവേഴ്സിറ്റീസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക്, അതായത് വിദ്യാർത്ഥികൾ പുറത്തേക്ക് എന്തുകൊണ്ട് പോകുന്നു എന്ന കാര്യം മനസ്സിലാക്കി അവർ എങ്ങനെ ആകർഷിക്കണമെന്നൊക്കെ ആലോചിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായ ഗുണമേന്മയുള്ള പരിഷ്കാരങ്ങളും സമഗ്രമായ പരിഷ്കരണങ്ങളും ഉണ്ടായെങ്കിൽ ഇത് വെറുതെ പറഞ്ഞു പോയാൽ പറ്റും. ഇത് കാര്യമായി ചെയ്യണം. ഇത് പറയുമ്പോൾ ചിലപ്പോൾ പല സംഘടിത ശക്തികൾക്കും നോവും. അത് കേന്ദ്രം ഭരിക്കുന്നവരായാലും മുൻപ് സംസ്ഥാനം ഭരിച്ചവരായാലും ഇപ്പോൾ ഭരിക്കുന്നവരായാലും അവരുടെ ചില ഇൻട്രസ്റ്റുകൾക്ക് ത്യാഗം സഹിച്ച് സാക്രിഫൈസ് ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറച്ചുകൂടി അക്കാഡമിക്കാക്കി കൊണ്ടുപോയാൽ കേരളത്തിനൊരു വിജ്ഞാന സമൂഹമായി മാറാൻ വലിയ തടസ്സമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും പറയുന്നത് പോലെ കേരളത്തെ ഒരു യുവാക്കളുടെ ഒരു അസംതൃപ്തിയിൽ നിന്നും പിടിച്ചു നിർത്തിയത് 1970കളിൽ ഗൾഫിലേക്കുള്ള ഒരു കുടിയേറ്റമാണ്. അന്നു തൊട്ടാണ് ഒരു മധ്യവൽകൃത സമൂഹം വരികയും സമരങ്ങളോടുള്ള അസഹിഷ്ണുത വരികയും കുറേ സമാധാനം വേണം, അടിയന്തരാവസ്ഥയെ വരെ സ്വാഗതം ചെയ്തതിൻ്റെ ഒരു സംസ്കാരത്തിന് പിന്നിൽ ഇതുണ്ട്. പക്ഷേ ഗൾഫ് പണം കൊണ്ട് മാത്രം നിലനിൽക്കുന്നുവെന്നോ യൂറോപ്യൻ പണം കൊണ്ട് മാത്രം നിലനിൽക്കുന്നുവെന്നോ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ സബ്സ്റ്റാൻഷ്യലി, അതായത് 19 മുതൽ 21% വരെ അതിൻ്റെ ഒഴുക്കുണ്ട്. പക്ഷേ ഇതിനെ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിനുള്ളിൽ കാർഷിക വ്യവസായ മേഖലകൾ അല്ലെങ്കിൽ നമ്മൾ വിജ്ഞാന സമൂഹമാകുന്ന മേഖലകൾ, ഇതൊക്കെ ഒരു മാറ്റം സംഭവിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ പണം പുറത്തേക്ക് ഒഴുകുന്ന ഒരു തരം മൈഗ്രേഷനുണ്ട്, അതിൻ്റെ കണക്കൊന്നും എൻ്റെ കയ്യിലില്ല. കാരണം കടമെടുത്ത് വിദേശത്തേക്ക് പോയി ആ കടം അടയ്ക്കുകയും വിദേശത്തൊരു വീട് വാങ്ങിക്കാനോ കാറ് വാങ്ങാനോ ഇവിടെ നിന്ന് അങ്ങോട്ട് പണം അയച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ വരുന്നത്. അത് ഇതിൻ്റെ തെറ്റും ശരിയൊന്നുമില്ല, ഇപ്പോൾ അതാണ് എൻ്റെ സ്ഥിതി. പണ്ട് വിദേശത്ത് നിന്ന് ഇവിടെ അയച്ച് ഇവിടെ കാറും വീടും വാങ്ങുന്നതിന് പകരം മകൻ വിദേശത്ത് പോയാൽ അങ്ങോട്ട് മാതാപിതാക്കൾ പണം അയച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ പല ബാങ്കുകളിലും ഈ കിട്ടാക്കടമായി വരുന്നതും ഈ ബാങ്കിൽ പലിശ എഴുതി തള്ളണമെന്നും കടത്തിന് ഒറ്റത്തവണ വേണമെന്നൊക്കെ സെക്രട്ടേറിയറ്റിലൊക്കെ കയറി ഇറങ്ങുന്ന പലരും കുട്ടികളുടെ വിദ്യാഭ്യാസ വായ്പയ്ക്ക് ലോൺ എടുത്താണ്. നിലവാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ പോലും പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ്. കേരളം ഒരു മുന്നോട്ടുള്ള കാലത്ത് ഈ പ്രവണത തുടരണമെങ്കിൽ റെമിറ്റൻസിൽ നിലനിൽക്കുന്ന ഒരു എക്കോണമി അല്ലാതായി മാറാനുള്ള സാധ്യത, പെട്ടെന്നൊന്നും പറയുന്നില്ല, പെട്ടെന്നൊക്കെ അങ്ങനെ ആവുമെന്ന് പറഞ്ഞാൽ ഒരു അബദ്ധമാണ്. കാരണം കേരളത്തിലെ ഒരു ഹ്യൂമൻ പവർ ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും നഴ്സുമാരും മറ്റേ ഈ പല ഇൻ്റലക്ച്വൽ ഫീൽഡിലും പല ഫീൽഡിലും ആളുകൾ നിൽക്കുന്നുണ്ട്, പല മാനുവൽ ലേബറിലും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ചു കാലം കൂടി ഇങ്ങനെയൊക്കെ നിൽക്കും. പക്ഷേ ഇതിനൊരു മാറ്റം വേണമെന്ന് ആലോചിക്കണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോണമി, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഈ ബഡ്ജറ്റിൽ പറയുന്നത് അതൊരു നല്ല കാര്യമാണ്. ഇത് തന്നെയാണ് പ്രവാസി നിക്ഷേപമെന്ന് കഴിഞ്ഞ സർക്കാരും പറഞ്ഞിരുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇനി ആലോചിക്കേണ്ടി വരും. കാരണം പ്രവാസി പണത്തെ ഉപഭോഗത്തിന് മാത്രം ചിലവാക്കാതെ അതിന് നിക്ഷേപത്തിൽ കൂടി തിരിച്ചുവിടാൻ ആലോചിക്കേണ്ടി വരും. കാരണം കേരളത്തിൽ ഇത് പണ്ട് പി ചിദംബരം ധനമന്ത്രിയായപ്പോൾ കേരളത്തിൽ നിന്നും പലരും പറഞ്ഞത് നമ്മുടെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ, വായ്പാ ഡെപ്പോസിറ്റ് അനുപാതം വളരെ കുറവാണ്. എന്നാൽ NRI റെമിറ്റൻസ് ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. കേരളത്തിൽ കൂടുതൽ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ കൂട്ടാൻ ബാങ്കുകളോട് വേണം. അദ്ദേഹം വളരെ അറുത്തുമുറിച്ച് കഴിഞ്ഞാൽ അത് സാധ്യമല്ല. ബാങ്കുകൾ ബാങ്കബിൾ പ്രോജക്ട്സ് ഉണ്ടെങ്കിലേ വായ്പ കൊടുക്കുള്ളൂ. ശരിയത്. ഇവിടെ ബാങ്കബിൾ പ്രോജക്ട്സും ഫീസിബിൾ പ്രൊപ്പോസൽസുമായി വരണമെങ്കിൽ അതിന് പറ്റിയൊരു അന്തരീക്ഷം വരണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ബിൽഡപ്പ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പ്രവാസി പണത്തെ ഉൽപ്പാദനക്ഷമമായ മേഖലയിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാലേ ഒരു പ്രൊഡക്റ്റീവ് റെമിറ്റൻസ് ബേസ്ഡ് എക്കോണമിയായി കേരളത്തിന് മാറാൻ കഴിയും. അത് മാറുമെന്ന് പ്രതീക്ഷിക്കാം. ബഡ്ജറ്റിനെ പറ്റി അഡീഷണൽ പറയണമെന്ന് തോന്നിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ റവന്യൂ വരുമാന പ്രതീക്ഷകൾ അത് മുഴുവൻ റിയലൈസ് ചെയ്യപ്പെടുമോ? നമ്മുടെ റീസെൻറ്റ് പാസ്റ്റിലെ അനുഭവങ്ങൾ അതാണോ കാണിക്കുന്നത്? ഒരുപക്ഷെ പുതിയ സർക്കാരിന് ഞങ്ങളിതെല്ലാം കാര്യക്ഷമമായി പിരിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയാം, കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. പക്ഷേ ഒരു 1-2 വർഷത്തിനകം വീണ്ടും നമ്മൾ 100 പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് 78ഉം 80ഉം മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ബഡ്ജറ്റിലെ പ്രതീക്ഷകൾ കുറച്ചുകൂടി കുറച്ച് വെക്കേണ്ടി വരും. എക്സ്പെൻഡിച്ചർ എവിടെ കുറയ്ക്കണം,
അതൊരു വലിയ പ്രശ്നമാണ്. കേരളത്തിൽ എവിടെ തൊട്ടാലും പൊള്ളുന്ന അവസ്ഥയാണ്. 5 വർഷത്തിൽ ശമ്പള പരിഷ്കരണമുണ്ട്, ശമ്പള കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി പറയുന്നില്ല എന്നുള്ള ജീവൻ. ഇതൊക്കെ പെട്ടെന്ന് കത്തുന്ന സാധനങ്ങളാണ്. റിട്ടയർമെൻറ്റ് ഇത് കൂട്ടണമെന്ന് വെച്ചാൽ യുവജന സംഘടനകളുടെ പ്രതിഷേധം വരും. എയ്ഡഡ് സ്ഥാപനങ്ങളെ സെൽഫ് ഫിനാൻസിങ് ആക്കണമെന്ന് പറഞ്ഞാൽ വേറെ പ്രതിഷേധം വരും. കേരളത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ കേരളത്തിൽ ഫലപ്രദമായ ഒരു ഓർഗനൈസേഷൻസ് ഉള്ള ഒരു ഓർഗനൈസേഷൻസിനെ കുറ്റം പറഞ്ഞില്ല. ഓർഗനൈസേഷൻസ് കാരണമൊക്കെ ധാരാളം ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ ഒരു എക്സ്പെൻഡിച്ചറിനെ പറ്റിയും ഒരു ഹാർഡ് ഡിസിഷൻ, ഒരു കട്ടിയായ തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഒരു ബഡ്ജറ്റിനെ വെച്ച് വലിയൊരു പ്രതീക്ഷയില്ലായ്മ പറയുന്നതിൽ വലിയൊരു കഥയുണ്ടെന്ന് തോന്നുന്നില്ല.